തീയാണെന്ന് തോന്നുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇമ്മാ അദ്റകന അഹദുൻ ഫൽയഅതി അൻ-നഹ്റ അൽദി യറാഹു നാറാ. നിങ്ങൾ തീയാണെന്ന് കാണുന്ന ആ പുഴയിലേക്ക് ചാടണം. അത് തീയല്ല. വലിയുഗമ്മിൽ ثم ليطأطئ رأسه فيشرب من. അതിൽ മുങ്ങണം, അതിൽ തലതാഴ്ത്തി പിടിക്കണം, ആ വെള്ളം കുടിച്ചോളൂ. ഫഇന്നഹു മാഉൻ ബാരിദ്. അത് തണുത്ത വെള്ളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു അഅവറു, അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്നഹു യജീഉ മഅഹു തിംസാലുൽ ജന്നതി വന്നാർ. സ്വർഗ്ഗവും നരകവും, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും രൂപങ്ങൾ അവന്റെ കയ്യിലുണ്ടാകുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും തിംസാൽ, അതിൻ്റെ രൂപങ്ങളുണ്ടാകും. പക്ഷേ അവൻ്റെ കയ്യിലുള്ള സ്വർഗം അത് തീയാണ്, അവൻ്റെ കയ്യിൽ കാണുന്ന നരകം അത് തണലാണ്, തണുപ്പാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അവൻ്റെ തീയിലേക്ക് ഓടിയാൽ വജബ അജ്റുഹു വഹത്ത വിസ്റുഹു, അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുകയും അവന് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അവൻ്റെ വെള്ളത്തിലേക്ക്, തോട്ടത്തിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവൻ്റെ തിന്മകൾ വർദ്ധിക്കുകയും അവന് അദാബ് ഉറപ്പാവുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളെ, അവൻ കാണിക്കുന്നതിന് ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ. ജീവനുള്ള മനുഷ്യനെ, മദീനയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു യുവാവിനെ കുറിച്ച് ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു ശുഹദാ, ശുഹദാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഷഹീദ് ആ മനുഷ്യനായിരിക്കുന്ന. മദീനയുടെ അരികത്ത് വരും അയാൾ. മദീനയിലേക്ക് കടക്കാൻ പറ്റൂല, ഉഹദിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കും. മദീനയെ കാണാൻ വേണ്ടി ഉഹദിൻ്റെ മുകളിൽ അവൻ കയറുമെന്നാണ്. എന്നിട്ട് നോക്കുമ്പോൾ പുണ്യനബിയുടെ മസ്ജിദുൽ നബവി, ഹബീബായ നബിയുടെ പള്ളി ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ആരുടെ വെള്ളക്കൊട്ടാരമാണിത് എന്നവൻ ചോദിക്കുമെന്ന് ഹദീസിലുണ്ട്. പക്ഷേ അല്ലാഹുവിൻ്റെ മലക്കുകൾ വാളുകൊണ്ടവനെ വീശിയിട്ട് ഓടിക്കും ഷാമിലേക്ക്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുള്ള അവിശ്വാസികളും ദുർനടപ്പുകാരുമായ ആളുകൾ അവനെ കാണുമ്പോൾ മദീനയിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലും. മദീനയുടെ പരിസരത്ത് സബഹ് എന്ന് പറയുന്ന ചെടികൾ കായ്ക്കാത്ത ഉറച്ച മണ്ണുള്ള ഒരു പ്രദേശമുണ്ട്, അവിടെയായിരിക്കും അവൻ വരുന്നത്. മദീനയിൽ നിന്ന്, അപ്പം ഞങ്ങൾ പറയുന്ന ഈ ഹദീസിനെ മഹാന്മാർ വ്യാഖ്യാനിക്കുകയാണ്, മദീനയിൽ അവിശ്വാസികൾ താമസിക്കുന്ന കാലം വരും. മദീനയിൽ കാഫിറുകൾ ഉണ്ടാവും, അവരാണ് പുറത്തു പോവുക, മുഅ്മിനീങ്ങൾ അതിനകത്ത് നിൽക്കും. മദീനയിൽ നിൽക്കുന്ന കാഫിറുകളും മുനാഫിക്കുകളും ഇവന്റെ കൂടെ ചേരാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ആകാശത്തോട് മഴ വർഷിക്കാൻ വേണ്ടി പറയും, മഴ വർഷിക്കും. ഭൂമിയോട് വരട്ടെ, സ്വർണവും ഖനികളും പുറത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ഫയത്ബഉഹു കയആസിബിൻ നഹൽ, തേനീച്ചയുടെ റാണിയുടെ പിന്നാലെ തേനീച്ചകൾ പറക്കുന്ന പോലെ ഭൂമിയിൽ നിന്ന് സ്വർണത്തിൻ്റെ നാരുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. എന്താ വേണ്ടത് കൊടുക്കും. അവൻ്റെ കൂടെ കൂടിയ ആളുകൾ വലിയ ഫിത്തന നോക്കണം. അവരുടെ ആടുമാടുകൾ മേച്ചിൽ പുറങ്ങളിൽ ചെന്നാൽ തടിച്ചു കൊഴുത്ത അകിടുകൾ പാല് നിറഞ്ഞു തിരിച്ചു വരും. അവനെ വിശ്വസിക്കാത്ത ആളുകളുടെ ആടുമാടുകൾ ഉണങ്ങി ചത്തുപോകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത്. അതുകൊണ്ട് സമ്പത്തും സമൃദ്ധിയും കാണുന്നിടത്ത് മുഴുവനും ഖൈറുണ്ട് എന്നും വിചാരിക്കേണ്ട. ഹാദിഹി ദുനിയ ലൈസ ബിശൈ, ഹാദല്ലദീ തറാഹു ഫീഹാ ലൈസ ബിശൈ. നമ്മളീ കാണുന്നതൊന്നും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ കണ്ണിൽ. ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊള മാ സഖാ മിൻഹാ കാഫിറൻ. ഒരു ഈച്ചയുടെ ചിറകിൻ്റെ വില നമ്മളീ പറയുന്ന കാശിനും സ്വർണത്തിനും വെള്ളിക്കും ആഭരണങ്ങൾക്കും വീടിനും പറമ്പിനും കച്ചവടത്തിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവനെ വിശ്വസിക്കാത്ത ഒരാൾക്കും ഒരിറ്റു വെള്ളം ഭൂമിയിൽ കൊടുക്കൂലായിരുന്നു. ഈ ദുന്യാവിനൊരു ഈച്ചയുടെ ചിറകിൻ്റെ എത്ര വിലയുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു ദുന്യാവിലെ ഒന്നും അവനെ അവിശ്വസിക്കുന്ന ആളുകൾ കൊടുക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ ലോകമെന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും ഒരുപോലെ ജീവിക്കുന്നൊരു ലോകമാണ്. ഈ ലോകം സത്യവും ധർമ്മവും മനസ്സിലാക്കാനുള്ള ലോകമാണ്. ഈ ലോകം സത്യമേതാണ്, ധർമ്മമേതാണ്, ആരാണ് ആരാധ്യൻ, ആരാണ് എന്നെ പടച്ചത്, ഞാൻ എന്തിന് ലോകത്ത് വന്നു, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, എന്തിന് ഞാനിവിടെ വന്നു, ആരാണ് എന്നെ പറഞ്ഞയച്ചത്, എനിക്ക് ജീവിക്കാനുള്ള മാർഗരേഖ ഏതാണ്, ഇത് മനുഷ്യൻ കണ്ടുപിടിക്കാനാണ്
ബുദ്ധിയും യുക്തിയും റിസാലത്തും നുബുവത്തും അള്ളാഹു ഈ ലോകത്തേക്ക് തന്നത്. അള്ളാഹു നമുക്ക് സത്യമാർഗം മനസ്സിലാക്കി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിച്ച് ഭരിക്കാൻ അള്ളാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒരു ഫിത്നയും ഒരു സാഹിറിന്റെ സിഹറും ഒരു മജീഷ്യന്റെ മാജിക്കും ഒരു അത്ഭുതം കാണിക്കുന്നവന്റെ അത്ഭുതവും കണ്ട് വഞ്ചിതരാവാതെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് കണ്ട് മനസ്സിലാക്കി ബസീറത്തോടുകൂടെ അകക്കാഴ്ചയോടുകൂടെ ഹൃദയത്തിൻ്റെ വെളിച്ചത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഫയഅതി അലാ ഖൗമിൻ ഫയദ്ഉഹും ഫയുഅ്മിനൂന ബിഹി. ഒരു വിഭാഗം ആളുകളുടെ മുമ്പിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ പറയും, ഞാൻ ദൈവമാണ്, പടച്ചവനാണ്, എന്നെ വിശ്വസിക്കണേ എന്ന് പറയുമ്പോൾ അവരൊക്കെ അയാളെ വിശ്വസിക്കുകയും ചെയ്യും. വയസ്തജീബൂന ലഹു ഫയഅ്മുറു സ്സമാഅ ഫതുംതിർ. മഴയില്ലല്ലേ, ചൂടെടുക്കുന്നുണ്ടല്ലേ, എന്നാ മഴ പെയ്യട്ടെ എന്നവൻ പറയുമ്പോഴേക്കും മഴ പെയ്യും. യാ അല്ലാഹ്. വൽ അർള ഫതുംബിത്. ഭൂമിയോട് ചെടികൾ മുളക്കട്ടെ എന്ന് പറയുമ്പോൾ മുളച്ചിരിക്കും. ഫതറൂഹു അലൈഹിം സാരിഹതുഹും അത്വല മാ കാന ദുറാ വഅസ്ബഗഹു ദുറൂഅ വഅമദ്ദഹു ഖവാസിർ. ആടുമാട് ഒട്ടങ്ങളൊക്കെ അങ്ങനെ നല്ല തടിച്ചു കൊഴുക്കും. മുഅ്മിനീങ്ങൾക്കാണെങ്കിലോ നേരെ ഓപ്പോസിറ്റുമായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക. യാ അല്ലാഹ്. മസീഹുദ് ദജ്ജാലിന്റെ മുമ്പിലേക്ക് മദീനയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരും. അവനെ കാണുമ്പോഴേ പറയും, അൻതൽ മസീഹുദ് ദജ്ജാൽ അല്ലദീ അൻദറനാ റസൂലുള്ളാഹ്. ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് താക്കീത് തന്ന മസീഹുദ് ദജ്ജാലാണ് നീ എന്ന് പറഞ്ഞ് അവനെ ആ മസീഹുദ് ദജ്ജാലിനെ നേരിടും. മസീഹുദ് ദജ്ജാൽ എന്ത് ചെയ്യുന്നറിയോ? ഇവനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കും. ഇവനെ ഞാൻ 2 പാതിയാക്കി മരിപ്പിച്ചു തന്ന് അവനെ ഞാൻ ജീവിപ്പിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ കൈയടിക്കും. ശരി, ഞങ്ങൾ റെഡിയാണ്. ഈ ചെറുപ്പക്കാരനെ ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് 2 പൊളിയാക്കുന്ന പോലെ നെറുകയിൽ നിന്ന് 2 കാലുകൾക്കിടയിൽ ഈ മനുഷ്യനെ 2 ഭാഗമാക്കി അവൻ്റെ ഇടയിലൂടെ അവൻ നടക്കും. ചോരയിൽ പിടഞ്ഞ് കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോട് പിന്നെ പറയും, കൂടിച്ചേരെ. ഇവൻ ഇടയിൽ നടക്കും മസീഹുദ് ദജ്ജാൽ. ഈ ചെറുപ്പക്കാരൻ്റെ ഒരു ഭാഗം ഇവിടെ, ഒരു ഭാഗം ഇവിടെ. അപ്പോഴേക്കും അവൻ കൂടിച്ചേർന്ന് യതഹല്ലലു യദ്ഹകു, ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് പറയും, ദാ ഞാനാണ് ഈ ചെയ്തത്, ഞാൻ പടച്ചവനല്ലേ. അപ്പോൾ അവരൊക്കെ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ മസീഹുദ് ദജ്ജാൽ. അതുപോലെ പറയാം, മസീഹുദ് ദജ്ജാലാണ് പടച്ചവൻ എന്ന് പറയും അവർ. ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടടുത്ത് മസീഹുദ് ദജ്ജാൽ. നീ മസീഹുദ് ദജ്ജാൽ പടച്ചവനാണെന്ന് അവർ പറയും. മആദല്ലാഹ്. ആ ചെറുപ്പക്കാരൻ ചോദിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ദൈവമാണെന്ന്? പറയും, ഞാൻ അക്ബറു ബസീറത്തിൻ, ഞാൻ ഇതിന് മുമ്പുള്ളതിനേക്കാളും എനിക്കിപ്പോൾ ഒന്നുകൂടി ബോധിച്ചു നീ അള്ളാൻ്റെ നീ മസീഹുദ് ദജ്ജാൽ എന്ന ദുഷ്ടനായ റബ്ബിൻ്റെ പരീക്ഷണമാണ്. അങ്ങനെ അവിടെ ഷഹാദത്ത് വരിക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ അഫ്ളലു ശുഹദാഇ യൗമഇദിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൻസിലു ദജ്ജാലു ഫീ ഹാദിഹി സബിഖ മർറുൽ ഖനാ. മർറുൽ ഖനാത്ത് എന്ന് പറയുന്ന മദീനയുടെ അടുത്തുള്ളൊരു താഴ്വരയാണ്. അത് അവിടെയാണ് സബിഖ. സബിഖത്ത് എന്ന് പറഞ്ഞാൽ ചെടികളൊന്നും മുളക്കാത്ത സ്ഥലമാണ്. ഫയകൂനു അക്തറ മൻ യഖ്റുജു ഇലൈഹി നിസാ. മസീഹുദ് ദജ്ജാൽ മദീനയുടെ പരിസരത്ത് സബിഖയിലെത്തുമ്പോൾ അവനെ കാണാൻ വേണ്ടി പോകുന്നവരിലധികവും പെണ്ണുങ്ങളായിരിക്കും. എന്താ തങ്ങൾ പറയാ, ആണുങ്ങൾ അവരുടെ പെങ്ങന്മാരും ഉമ്മമാരും ഭാര്യമാരും ഒക്കെ പൂട്ടും വീട്ടിൽ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഇവരിറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോകുന്ന പോക്ക് അവൻ അത്ഭുതം കണ്ട് വിശ്വസിക്കാനാണ്, കൗതുകമാണെന്ന് വിചാരിച്ചപ്പോൾ നമ്മളൊന്ന് കണ്ടു നോക്കുക, നീ പോരുന്നടി എന്ന് ചോദിച്ചിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ പോകുന്നവർ അധിക ആളുകളും ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അതിൻ്റെ പേരിൽ ഹത്താ ഇന്ന റജുൽ ലയർജിഉ ഇലാ ഹമീമിഹി വഇലാ ഉമ്മിഹി വബനതിഹി വഉഖ്തിഹി വഅമ്മതിഹി ഫയൂസിഖുഹാ റിബാതൻ മഖാഫത അൻ തഖ്റുജ ഇലൈഹി. ഉമ്മാനെ അമ്മായും പെങ്ങളെയും പെൺകുട്ടികളെയും ഭാര്യയൊക്കെ അവർ പൂട്ടിയിടും. എന്തിന്? മസീഹുദ് ദജ്ജാലിനടുത്ത് ഇവർ പോയിട്ട് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ. അങ്ങനെ പുരുഷന്മാർ വിഷമിച്ചു പോകുന്നൊരു സമയം കൂടിയാണത്. അള്ളാഹു നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. യത്ബഉഹു അഖ്വാമുൻ കഅന്ന വുജൂഹഹും അൽമിജാനുൽ മുത്റഖ. ചൈനക്കാരെ പറ്റി പറയുന്ന വാക്കാണത്, മിജാനുൽ മുത്റഖ. അടിച്ചു പരത്തിയ ഒരു പരിച പോലെയുള്ള മുഖമുള്ള ആളുകൾ, കണ്ണുകൾ ചിമ്മിക്കഴിയുന്ന പോലെയുള്ളവർ, മുഖം പരന്നവർ. മുഖം വട്ടത്തിലല്ല, മുഖം ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പരിചയില്ല, തുർസ്. ആ പരിച പോലെയുള്ള പരന്ന മുഖമുള്ള ഒരു വിഭാഗം ആളുകൾ ഇവൻ്റെ കൂടെ കൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു, ഒന്നുകിൽ ഒരു മംഗോളിയൻസ്, താർത്താരികളുടെ നേതാവ് ചെങ്കീസ് ഖാൻ, അയാൾ യജൂജ് മഅജൂജിൻ്റെ നാട്ടുകാരാണ്. യജൂജ് മഅജൂജുകാർ മംഗോളിയക്കാരായിരുന്നു, അവരുടെ ഒറിജിൻ എന്നാണ് ചരിത്രം പറയാം. ചൈനയുടെ ഭാഗത്ത്, മംഗോളിയയുടെ ഭാഗത്ത് നിന്ന് വന്നവർ. അവിടെ നിന്ന് വലിയൊരു സംഘം ആളുകൾ ഇവൻ്റെ കൂടെ ഉണ്ടാവും. അള്ളാഹു നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ പാഠമാണിത്. എന്തിന്? കാണുന്നിടത്ത് ഓടിച്ചെല്ലേണ്ട. ഈമാൻ നഷ്ടപ്പെട്ട, നമ്മൾ പറയും ഒരു യുക്തിവാദി പ്രസംഗിക്കുകയാണ്, അങ്ങാടിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നുണ്ട്, പള്ളി നിസ്കാരം കഴിഞ്ഞ് വന്ന ആളാ, ഒന്ന് കേട്ടുവൊക്കെ എന്താ പുള്ളിക്ക് പറയാനുള്ളത്. ആ പറയുന്നതിൻ്റെ ന്യായവും അതിൻ്റെ മറുവശവും അതിൻ്റെ മറുപടിയും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലടി ഇതൊക്കെ കേട്ടു നോക്കുമ്പോൾ അതും ശരിയല്ലേ എന്ന് തോന്നുന്നല്ലോ എന്ന് കഴിഞ്ഞില്ലേ, ഈമാൻ എന്ന് പുറത്തു പോകും, ഇസ്ലാം എന്ന് പുറത്തു പോകും. അത്തരം ആളുകൾ പണ്ഡിതന്മാർ ആലിമീങ്ങൾ പഠിച്ച ആളുകളാണ്. ജീവിതകാലം മുഴുവനും ഇതുപോലെയുള്ള മതങ്ങളും ഇശങ്ങളും ഫിലോസഫിയും പഠിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീൻ ഹക്കാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ, ആലിമീങ്ങൾ, അവർ പറയുന്നത് കേൾക്കാനേ നമുക്ക് പറ്റൂ. കടലിൽ യാത്ര ചെയ്യുന്ന, കടലിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്നവർ, കടലിൽ ജോലിക്ക് പോകുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ, ഡ്രൈവർ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ കിതാബ് ഓതാൻ പറ്റുമോ? അവർക്കൊക്കെ ദർസിൽ വന്ന് പഠിക്കാൻ പറ്റുമോ? അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പലതരത്തിലുള്ള ജോലികളിൽ വ്യാപൃതരായ ആളുകൾ, അവർക്കൊക്കെ കിതാബ് ഓതാൻ പറ്റുമോ? ദീനിൻ്റെ മസലകൾ അറിയോ? അറിയില്ല. അവരെന്ത് ചെയ്യും? പഠിച്ച ആളുകളെ പിൻപറ്റാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉത്തരമറിയാത്ത വിഷയങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് കേൾക്കേണ്ടി വന്നാൽ അതൊരു ഫിത്നയായി മാറുമെന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനെ സംരക്ഷിച്ചോളി. അത് കേൾക്കാൻ നിൽക്കലല്ല അവിടെ വേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ന്യായമായ മറുപടി എന്താണെന്ന് കണ്ടുപിടിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കണം. എങ്കിൽ പിന്നെ ഓക്കെ. അല്ലേ അവിടെ നിൽക്കരുത്. തങ്ങൾ പറഞ്ഞു മസീഹുദ് ദജ്ജാലിനെ കാണുമ്പോഴേ ചില ആളുകൾ പറയും എനിക്കവൻ പ്രശ്നമല്ല. എന്നിട്ട് അവൻ്റെ മുമ്പിലേക്ക് ചെല്ലും. അവൻ 4 ചോദ്യം അവനോട് ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ഈമാൻ തകർന്നു പോകും. അങ്ങനെ അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകും. തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരും അവനെപ്പറ്റി കേൾക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ചെന്ന് മുഖാമുഖം ചെന്ന് അവനോട് വാദിക്കാൻ പോകരുതേ. ഫൽയഖറ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹഫ്. സൂറത്തുൽ കഹഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ നിങ്ങൾ ഓതണം. അവൻ കാണാത്തിടത്തേക്ക് നിങ്ങൾ ഓടി രക്ഷപ്പെടണം. പിന്നെ അറിയണം അവൻ എന്തൊക്കെ ചെയ്ത് ഞാൻ പടച്ചവനാണെന്ന് വാദിച്ചാലും അള്ളാഹു ഈ ലോകത്ത് കാണപ്പെടുന്നവനല്ലല്ലോ. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ. ഇവൻ ന്യൂനതയുള്ളവനാണ്, അള്ളാഹു ന്യൂനതയുള്ളവനല്ല. അള്ളാഹു ഈ കുറിയവനല്ല, അള്ളാഹു ഈ കണ്ണുപൊട്ടനല്ല. പടച്ചതമ്പുരാൻ ന്യൂനതയുള്ളവനല്ല. അള്ളാഹു ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണപ്പെടുന്നവനുമല്ല. അതുകൊണ്ട് ഇവൻ ഫിത്നയാണ്. അമ്പിയാക്കന്മാര് മുഴുവനും സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം അടക്കം പ്രവാചകന്മാർ മുഴുവനും താക്കീതു ചെയ്ത നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 കണക്കിന് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇവനെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയും മദീനയും സുരക്ഷിതമാണ്. അതുകൊണ്ട് അന്ത്യകാലങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്ന് മക്കയിലേക്കോ മദീനയിലേക്കോ ചെല്ലലാണ് എന്ന് മഹാന്മാരായ ആളുകൾ ലാ യദ്ഖുലു മക്കത വത്വാബ, ത്വാബയിലും മക്കയിലും അവൻ വരില്ല. ത്വാബ എന്ന് പറയുന്നത് മദീനയുടെ മറ്റൊരു പേരാണ്. മദീനക്ക് ത്വയ്ബ എന്നും പറയും. മദീനയുടെ പഴയ പേരാണ് യഥ്രിബ്. അത് വിളിക്കാൻ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് മദീനത്തു നബി, നബി തങ്ങളുടെ നഗരം എന്ന വാക്കാണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അത് മദീനയാണ്. മദീനയിലും മക്കയിലും അഭയമുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഅതിൽ മസീഹു മിൻ ഖിബലിൽ മശ്രിഖ് വഹിമ്മതുഹുൽ മദീന. ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന്, ഖുറാസാനിൽ നിന്ന് അവൻ ഇറങ്ങി വരും. അവൻ വരുന്നത് മദീനയെ ലക്ഷ്യമാക്കിയിട്ടാണ്. ഹത്താ ഇദാ ജാഅ ദുബറ ഉഹുദിൻ, ഉഹുദിന്റെ പിറകുവശത്തേക്ക് അവൻ എത്തുമ്പോൾ തലഖത്തുഹുൽ മലായിക ഫദറബ വജ്ഹു ഖിബല ശാം. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് അവനെ ഷാമിലേക്ക് ആട്ടിയോടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ് ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീന. മക്കയും മദീനയും ഒഴികെ. പിന്നെ പറഞ്ഞു മസ്ജിദുൽ അഖ്സ വ മസ്ജിദു തൂർ. മസ്ജിദുൽ അഖ്സയും തൂർ, അതായത് സീനാ മലമുകളിലെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ലിഖാഇന് സാധ്യമായ സ്ഥലത്തുണ്ടായ പള്ളിയും ഒഴികെ 4 പള്ളികളിൽ അവന് കടക്കാൻ കഴിയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇങ്ങനൊരു പരീക്ഷണം കാത്തിരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇത് പേടിക്കാൻ വേണ്ടി പറയല്ല. ബാക്കി ഏതൊക്കെ പരീക്ഷണങ്ങളുണ്ടോ ഈ പരീക്ഷണങ്ങൾക്ക് താഴെയാണ്. അതുകൊണ്ട് ഫവാത്തിഹു സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ നിർബന്ധമായി മനഃപ്പാടമാക്കി വെക്കുക. അത് എപ്പോഴും ഖൈറാണ്. നമ്മൾ ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് മനസ്സ്
തിന്മയിലേക്ക്, ഒരു ഫിത്നയിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു, വേഗം ഓതിക്കോളൂ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. മനോഹരമായ സൂറത്തുൽ കഹ്ഫിൻ്റെ ആയത്തുകൾ ഓതി വെക്കുക, ഓതി പഠിക്കുക. പിന്നെ അറിയണം, ഇസ്ലാം മാജിക്കിനോ അത്ഭുതങ്ങളുടെയോ പിന്നാലെയല്ല. ഇസ്ലാം ഇൽമും അമലും ശരീഅത്തുമാണ്. നമുക്ക് അത്ഭുതങ്ങളല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി തന്നിട്ടല്ല നബി തങ്ങൾ പോയത്. നമുക്ക് തന്ന ശരീഅത്ത് എന്താണ്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ കിതാബാണ്. വസുന്നത്തു റസൂലിഹി, ഹബീബായ നബിയുടെ സുന്നത്താണ്. പിന്നെ